ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഉച്ചയൂണായാലോ. വെജും നോൺ വെജും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഉച്ചയൂണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം നമ്മൾ ഒരു മെഴുക്ക് പുരട്ടി, അതായത് നമ്മുടെ ഉള്ളിത്തണ്ടില്ലേ, സ്പ്രിംഗ് ഓനിയൻ്റെ ഒരു മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓനിയൻ നമ്മൾ മെഴുക്ക് പുരട്ടിക്കാകുമ്പം നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കി വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ആഡ് ചെയ്ത ഉപ്പ് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം അത് ഞാൻ എന്ത് ചെയ്തുവെന്ന്. അപ്പം നമ്മൾ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, ഇത് പെട്ടെന്ന് കുക്കാവുന്നതായതുകൊണ്ട് ഇത് ഇപ്പം അടച്ച് വെച്ച് കുക്ക് ചെയ്യണം എന്നില്ല. അതിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം അതിനുശേഷം നമുക്കൊരു തോരൻ തയ്യാറാക്കിയാലോ. അതിനു വേണ്ടി നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടിയുള്ള ഒരു വെജ് തോരനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിലായപ്പോഴത്തേക്കിന് നമ്മുടെ മെഴുക്കോട്ടയെല്ലാം തയ്യാറായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. അപ്പം ഞാൻ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൽ പിന്നെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ചോറ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ചോറ് നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അടച്ചിടുന്നത്, വാർത്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇനി തോരൻ വെക്കാം. അപ്പം തോരനിന് വേണ്ടി നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തു. അത് നമ്മളൊരു പാത്രത്തിൽ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്കിട്ടു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് അതും ഇതുപോലെ സെൻറ്ററിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഒരു 4-5 മിനിറ്റിന് ശേഷം അതും ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് കുക്കായതിന് ശേഷം അത് തുറന്ന് വെച്ച് അതൊന്ന് വെള്ളമൊക്കെ തോർത്ത് നല്ല പോലെ ആക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയതിന് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അത് ഓപ്ഷണലാണ്. ഞാനൊരു 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില മസ്റ്റായിട്ടും ഇതിലിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് വിളമ്പിയാലോ. നമ്മളപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് നല്ല ചൂട് ചോറ്, പിന്നെ നമുക്ക് സൈഡ് ഡിഷസ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചാലോ. അതിന് വേണ്ടി ആദ്യം നമ്മൾ ബീട്രൂട്ടിൻ്റെ ക്യാരറ്റിൻ്റെ ഒരു തോരനുണ്ടല്ലോ അത് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്ത ആ ഒരു ഉള്ളിത്തണ്ടിൻ്റെ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ ഇത് ഉലുവയില തോരനാട്ടോ, ഉലുവയുടെ ഇലയുടെ തോരന്. അത് അന്നത്തെ അല്ല, എൻ്റെ തലേദിവസത്തെയാണ്. പിന്നെ ചിക്കൻ കറിയും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ള ഐറ്റമാണ് മെയിൻ ഐറ്റം അച്ചാർ. ഇവിടെ എല്ലാവർക്കും അച്ചാർ നിർബന്ധമാണ്. അപ്പം നമ്മൾ നാരങ്ങ അച്ചാറാണ്, വെള്ള നാരങ്ങയുടെ അച്ചാറും കൂടി എൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചൂട് സാമ്പാറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല കുറുകിയ നല്ല സാമ്പാറും കൂടി ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കട്ട തൈരും കൂടെ കൂട്ടി നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നിങ്ങളെല്ലാം ഈ ഒരു രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. എന്നാലും ഇത്ര ഐറ്റംസൊക്കെ കൂട്ടി ചോറുണ്ണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.